ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ഗാർഡൻ ടൂറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇക്കയുടെ വീട്ടിൽ ഇക്കയുടെ ഉമ്മ സെറ്റ് ചെയ്ത് പരിപാലിച്ച് പോകുന്ന ചെടികളാണ്. ഇതിൻ്റെയൊക്കെ പേര് ചോദിച്ചാൽ കുറേയൊക്കെ എനിക്കറിയാം, കുറേയൊന്നും എനിക്ക് അറിയില്ല. അതാണ് സത്യം. കാരണം ഈ ചെടികളുടെ കാര്യം എനിക്ക് അത്ര പിടുത്തമില്ല. ഈ മഞ്ഞ ഇത് കണ്ടോ, അത് ഉമ്മ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളെ കൂടെ നടപ്പ്, ചെടിച്ചട്ടികൾ ഉണ്ടാക്കൽ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതെൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓടി വന്ന് ചെടിയുടെ അടുത്ത് നിൽക്കുകയാണ്. ഇതൊന്നും എനിക്ക് പേരറിയാത്ത ചെടികളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടാണ്. കുറേ ചെടികളുണ്ട്, കുറേ അധികമുണ്ട്. എല്ലാം പല വഴിക്ക് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. കാരണം അനിയൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പം വീട് കുറച്ച് മെയിൻ്റെനൻസും പെയിൻ്റടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെടികളൊക്കെ പല സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കണം. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ നല്ലതുപോലെ ഉമ്മ സെറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ എനിക്ക് ഈ റോസ, ചെമ്പരത്തി, മുല്ല അങ്ങനെയൊക്കെ ഒഴിച്ചാൽ വേറെ ഉള്ള ചെടികളൊക്കെ എനിക്ക് അറിയില്ല. അതാണ് സത്യം. ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ്. കണ്ടു, ലവ് പോലെയൊക്കെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ട് അതിനകത്തൊക്കെ ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ ഇലച്ചെടികളുണ്ട്, കുറേ പൂച്ചെടികളുണ്ട്. എവിടെ ഗാർഡൻ കണ്ടാലും പുള്ളിക്കാരി വണ്ടി പോകുമ്പോൾ അവിടെ നിർത്തി ഇറങ്ങി ഒന്നോ രണ്ടോ ചെടികൾ വാങ്ങിക്കുന്നത് അത് അങ്ങനെയാണ്, അത് ശീലമാണ്. പിന്നെ ആ ഒരു റെഡ് കളറ് ചെടിച്ചട്ടിയൊക്കെ ഉമ്മ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ്. നല്ലതുപോലെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷിച്ചില്ലെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ഇതായി ബ്രൗൺ കളർ എല്ലാം ഉമ്മ ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാണ്. നല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കും. ഇപ്പം വയ്യാത്തത് കൊണ്ട് കുറച്ച് കുറവാണ്. ഇത് രണ്ടും ഉമ്മ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. അത്യാവശ്യം നല്ല ചെടികളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ എൻ്റെ കൊണ്ടാവുന്ന വിധം മാക്സിമം ഞാൻ എല്ലാ ചെടികളും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കുറച്ച് മാവും റംബൂട്ടാൻ അവക്കാഡോ മരമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാവാണ്. മാവ് പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് മാവങ്ങ പിടിച്ച് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പൂത്ത മാവാണെന്ന് തോന്നുന്നു. ഒട്ടുമാവാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇത് പൂത്തത്. അത് കാരണം കുറച്ച് മാങ്ങയെ പിടിച്ചിട്ടുള്ളൂ. ഇതിന് അപ്പുറത്ത് വേറൊരു മാവുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നല്ലതുപോലെ മാങ്ങ പിടിക്കും. അതും ഒട്ടുമാവാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പം വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആ മഞ്ഞ പൊട്ട് കണ്ടോ, അതും ഉമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ തൂണൊക്കെ പെയിൻ്റ് അടിച്ചതും അതിൻ്റെ മുകളിൽ ചെടി വെച്ചതും എല്ലാം ഉമ്മയുടെ പരിപാടി തന്നെയാണ്. ഇതോ ആ മഞ്ഞപ്പൊട്ട് എല്ലാം ഉമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറേ അധികം ഇലച്ചെടികളും ഉണ്ട്. കാണാനാണെങ്കിൽ കുറേ അധികം ചെടികളുണ്ട്. പിന്നെ അത് തൊട്ടിലാണോ ഹാങ്കറായിരുന്നു. ഹാങ്കറൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഒരു ചെടിച്ചട്ടി തൂക്കുന്ന ഇതാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ ഒരു റെഡ് പോട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ തൂണുകളെല്ലാം പുള്ളിക്കാരി പൈപ്പ് മുറിച്ച് അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണ് ഇതെല്ലാം. ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളെ പുറകെ നടക്കുന്നത്. ചൂടായതുകൊണ്ട് കുറച്ചിപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതാണ്. ഈ മഴക്കാലോ ചൂടൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ഇറങ്ങിക്കോളും പിന്നെ ഇതിൻ്റെ പുറകെയായിട്ട്. ഇതാണ് അവക്കാഡോ മരം ആണിത്. മരമല്ല, മരമായിട്ടില്ല, ചെടിയാണ്. പിന്നെ ഇത് കുറേ കരിയാപ്പിലയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാവ്. നല്ലതുപോലെ മാങ്ങ പിടിക്കുന്ന മാവാണ്. ഞാൻ അവിടെ ആയിരുന്നപ്പം രാവിലെ ഇറങ്ങി മാങ്ങ വീഴുന്ന സമയമാകുമ്പോൾ രാവിലെ ഇറങ്ങി നോക്കും മാങ്ങ പറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഉമ്മായും ഞാനും ഉമ്മച്ചിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരായിരുന്നു ഈ മാങ്ങ പറക്കുന്ന ആൾക്കാർ. വീഴുമ്പോഴത്തേക്കും പോയി പറക്കി വെക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെയും പേരറിയത്തില്ല. എല്ലാം ഞാൻ നോക്കുന്ന പോലും കുറവാണ്. ഉമ്മ ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ കേട്ടോണ്ട് നിൽക്കുമെന്നല്ലാതെ എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ല. ഇത് റംബൂട്ടാനാണ്. ഇതിപ്പോൾ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുമന്ന് പിടിച്ച് പഴുത്ത് വരുമ്പോൾ കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അത് ഞാൻ ഇൻഷാ അല്ലാ പഴുത്ത് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈ എത്തുന്ന രീതിയിൽ നിൽക്കുന്നതാണ് കാണിച്ചതൊക്കെ. നല്ല രീതിക്ക് പൂത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു നല്ല ഫുള്ള് നല്ല രീതിക്ക് പഴുത്ത് കിടക്കും.
നമ്മൾ കുറച്ചൊക്കെ പുറത്തും കൊടുക്കാറുണ്ട്, കുറേയൊക്കെ വീട്ടിലേക്കും എടുക്കാറുണ്ട്. നിറച്ചും പിടിച്ച് നിൽപ്പുണ്ട്. മരത്തിൽ നിറയെ കായുണ്ട്. അത് പച്ച കളറായതുകൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാത്തത്. പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുക. അപ്പം നല്ല രീതിയിൽ അറിയാൻ പറ്റും അത് നിൽക്കുന്നത്. 2 റംബൂട്ടാനുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് സൈഡിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതാണത്, സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഇതിലും നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.